മറ്റ് വിശിഷ്ട വ്യക്തികളെയും ഓരോരുത്തരെയും ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിച്ചു കൊടുക്കും. ആദ്യമായിട്ട് ഓം ശ്രീ മഹാഗണപതയേ നമഃ. Everyone, many right who may not have seen me last 30 years, and probably none of you could even recognize me today. But it's a great pleasure for me to be amongst you on this very special day. I made it a point to come here today because I was listening to last year, and the type of feedback I got through WhatsApp made me try make a sort of dedicated attempt, somehow make it an attend this function. I'm very grateful to all of you and thank every one of you to be part of this. And right, most of you are probably generation next. Your parents must have worked in this company. For me, it was Gen 1 and Gen 2 as well. I was the only one, but still I enjoyed the company of every one of you. And today I can see the warmth and the affection that is showered on me by almost everyone makes me feel great. This is something which I can never forget throughout my life. I thank every one of you. Thank you. നമ്മുടെ കൂട്ടായ്മ ആരംഭിച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷം ഡിസംബർ 21-ാം തീയതിയാണ് അപ്പോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ ആദ്യത്തെ യോഗം നടന്നത്. ഏതാണ്ട് മിക്കവാറും പേരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന യോഗം എല്ലാവരും വളരെ സന്തോഷകരമായിട്ട് ഒന്ന് പിരിതായിട്ടാണ്. നമ്മൾ അതിന് മുമ്പ് തന്നെ ഡ്രൈവേഴ്സ് അടച്ചിട്ട് 2000 അടച്ചിട്ട് 25 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നമ്മുടെ പല ആൾക്കാരെയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ പലരുടെയും എല്ലാവർക്കും ഒന്ന് യോജിക്കണം, ഡ്രൈവേഴ്സിൻ്റെ പേരിൽ ഒന്ന് യോജിക്കണം എന്നൊരു അഭിപ്രായം ഉള്ളതുകൊണ്ടായിരുന്നു ഒന്ന് കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആയിരുന്ന പല സഹപ്രവർത്തകരും ഒത്തുചേർന്ന് എല്ലാവരുടെയും നമ്പർ കളക്ട് ചെയ്യിപ്പിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഭംഗിയായിട്ട് അത് കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ബലത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. പ്രധാനമായിട്ട് നമ്മൾ ആ കൂട്ടായ്മ രൂപീകരിച്ചതിൻ്റെ ഒന്നാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് പൈസ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കാനും അതിൻ്റെ കാര്യങ്ങൾ ലിക്വിഡിറ്റി ഓഫീസായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി പല പ്രവർത്തനങ്ങളുണ്ട്. ഞാൻ ഓരോന്നോരോന്നെടുത്ത് വ്യത്യാസിപ്പോൾ നമ്മൾ ഇന്നത്തെ മീറ്റിംഗിൽ നിന്ന് ഉദ്ദേശം പരസ്പരം എല്ലാവർക്കും കൂടിയുള്ള ഇൻട്രാക്ഷനാണ്, അല്ലാതെ കൂടുതലായിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് സജീവമാണ്. അത്യാവശ്യം ആൾക്കാരെ എല്ലാവരും തന്നെ ഇതിനകത്ത് 1-2 പേരിൽ വാട്സപ്പ് നമ്പറുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂട്ടു എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞു പോകുന്നുണ്ട്. പ്രഥമമായിട്ട് നമ്മൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കമ്പനിക്ക് നമുക്ക് ലിക്വിഡേറ്റർ വഴി കിട്ടാനുള്ള പൈസ കിട്ടാനായിട്ട് അതിനുള്ള ശ്രമത്തിൽ ഓരോ സ്റ്റെപ്പിലും നമ്മൾ കൂടെ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. അതിനവിടെ നമ്മുടെ ഭാഗ്യത്തിന് നമ്മുടെ ജോയി ചേട്ടനും പ്രദീപും അവിടുത്തെ ഒരു സ്റ്റാഫ് പോലെ, ലിക്വിഡേറ്റർ ഓഫീസർ ഒരു സ്റ്റാഫ് പോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്ര കൃത്യമായിട്ട് ഈ പല വ്യക്തികളുടെ ഒരു പേപ്പർ പോലും ഉണ്ടായില്ല. ഇതെല്ലാം കളക്ട് ചെയ്യിപ്പിച്ച് നമ്മൾ പെരുമ്പാവൂർ ഒരു നമ്മുടെ അമ്പലത്തിൻ്റെ ഹോളിൽ നമ്മളൊരു മീറ്റിംഗ് നടത്തി അവിടെ അതിനുവേണ്ടി എല്ലാവരും കൊണ്ടുതന്ന് അതൊരു ഏകീകൃത രൂപത്തിൽ ആക്കാൻ പറ്റിയതുകൊണ്ടാണ് ഏതാണ്ട് മിക്കവാറും പേർക്ക് നമുക്ക് പൈസ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചത്. കാരണം ആർക്കും അറിയില്ലായിരുന്നു, ഇങ്ങനെയാണ് പൈസ കിട്ടുന്ന കാര്യങ്ങൾ അറിയാൻ പാടില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനത്തെ പലരുടെയും ID കാർഡ് ഉണ്ടായില്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനൊരു ഏകീകൃതമായ രൂപം കൊടുക്കാനായിട്ട് ആ മീറ്റിങ്ങിൽ നമ്മളിങ്ങനെ കൂട്ടായ്മ വന്നപ്പോൾ അത്ര എളുപ്പമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനും അവിടെ അതുണ്ടായിരുന്നു. പല ഭാഗത്തു നിന്നും നമ്മുടെ എംപ്ലോയീസ് നല്ലൊരു ശതമാനം ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ ഒന്നാണ് പേപ്പർ മേടിച്ച് വക്കീലിൻ്റെ ഓഫീസിൽ കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ബാങ്കിൽ പേപ്പർ കൊണ്ട് കൊടുക്കാനും അതിന് സഹായം ചെയ്തു കൊടുക്കാൻ നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ നമുക്ക് സാധിച്ചു എന്നുള്ളതിന് ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഓർക്കുകയാണ്.
അതുകൂടാതെ നമ്മുടെ നമ്മളെ വിട്ടുപോയ സുധയും ശിവരാമകൃഷ്ണൻ ചേട്ടൻ ഉൾപ്പെടെ പല വ്യക്തികളും നമ്മളെല്ലാവരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. പലരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ അതിൽ പല നമ്പേഴ്സ് എല്ലാവരുടെ കയ്യിലും ഉള്ളതുകൊണ്ട് പരസ്പരം എല്ലാവരും തമ്മിലൊരു ബന്ധങ്ങൾ 24 വർഷത്തിന് ശേഷം കഴിഞ്ഞ വർഷം മുതലാണ് ഒരടുപ്പം എല്ലാവരും തമ്മിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേറൊന്നും ഇതിനകത്ത് കഴിഞ്ഞ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കൂടുതൽ പഠിച്ച് അതിനുവേണ്ടി ലിക്വിഡേറ്റർ ഓഫീസിൽ നമ്മൾ പോകേണ്ടി വന്നു. പല വർഷം പോയിട്ടുണ്ട്. അവർക്ക് വളരെ സഹകരിച്ച് നമ്മളോട് പ്രവർത്തിച്ച ആ ലിക്വിഡേറ്റർ ഓഫീസിലെ അവിടുത്തെ സ്റ്റാഫും ലിക്വിഡേറ്ററും അവരുടെ കൂട്ടത്തിലുള്ള സ്റ്റാഫും അത്രമാത്രം നമ്മുടെ റയോൺസിലെ ഉദ്യോഗസ്ഥന്മാരെ പോലെ നമ്മളോട് സഹായിച്ചിരുന്നു. എന്ത് കാര്യം ആര് വിളിച്ചു ചോദിച്ചാലും കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർക്കും നമ്മളൊരു നന്ദി സൂചകമായിട്ട് നമുക്കൊരു മദ്രസ പലഹാരങ്ങളൊക്കെ നമ്മൾ അവിടെ കൊണ്ടു കൊടുത്തു. ഒന്ന് സഹായിക്കട്ടെ നിങ്ങളെല്ലാവരും മറിച്ചാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കാര്യങ്ങളെല്ലാം. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അങ്ങോട്ട് വർത്താനം പറയാം. ഇതാരും സംസാരിക്കാതെ പോകരുത്. അവരവരുടെ കാര്യങ്ങൾ പലതോടെയും പറയാം, പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയാം. ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളെപ്പറ്റി പറയാം. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തർക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പൊതുവെ പ്രസംഗിക്കുമ്പോൾ കൂടുതൽ സമയം നീണ്ടുപോകുന്ന ആളാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇടയ്ക്ക് ഞാൻ ഇടപെട്ടോളാം. ഇനി അടുത്ത നമ്മുടെ പരിപാടിക്ക് ആശംസ പറയാനായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കമ്പനിയിലെ പഴയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും അതിന് തയ്യാറാവണം. അതിനാദ്യമായിട്ട് അത് ഗോപിച്ചേട്ടൻ പറയും. ഗോപിച്ചേട്ടനാണ് നമ്മുടെ ചെറുപ്പിൻ്റെ കാര്യം പറയാൻ ഗോപാലൻ സാറ് പറഞ്ഞു. ആ ചെറുപ്പ് അടുത്ത ഈ മാസം തന്നെ ഡിസംബർ 20 അത് ഗോപിച്ചേട്ടൻ്റെ വിശദമായിട്ട് പറയും. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അതിൻ്റെ ചാർജ് ഗോപിച്ചേട്ടൻ സുബ്രഹ്മണ്യനാണ് ചെറുപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അതിനെപ്പറ്റി പറയും. പിന്നെ ഞാൻ വിട്ടുപോയേക്കുന്ന കാര്യങ്ങൾ കുറച്ച് പറഞ്ഞോളാം. ഇടയ്ക്ക് കയറി ഒന്നും പറഞ്ഞോളാം. ഇപ്പോൾ ഈ ഇതിനാശംസ പറയാനായിട്ട് നമ്മുടെ കമ്പനിയുടെ അവസാനത്തെ MD ചാർജ് നോക്കിയിരുന്ന MD ആയിരുന്ന അഗസ്റ്റിൻ സാറിനെ ഞാൻ ക്ഷണിച്ചു കൊടുത്തു. സ്നേഹമുള്ളവരെ, അല്പം വൈകിയായി എത്തിയത് കൊണ്ടൊരു സ്ഥലജലഭ്രമമുണ്ട്. സദയം ക്ഷമിക്കുക. ഞാൻ വിചാരിച്ച വഴി അല്പം മാറിപ്പോയത് കാരണം അല്പം കറങ്ങിത്തിരിഞ്ഞ് വഴിയൊക്കെ ചോദിച്ച് വരേണ്ടി വന്നു. അത് ഇപ്പോഴത്തെ പ്രായത്തിൻ്റെ ആധിക്യം കൊണ്ടാണോ എന്ന് തീർത്ത് പറയാനും വയ്യ. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ആരുടെയും പ്രസംഗമോ വാചകമടിയോ കേൾക്കാനല്ല, പരസ്പരം കുറേ കാര്യങ്ങൾ സംസാരിക്കാനും പഴയ ബന്ധങ്ങൾ പുതുക്കാനും വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് കൂടുതൽ വാചകമടിച്ച് അതിൻ്റെ ആ നല്ല മൂഡ് കളയുന്നില്ല. എല്ലാവരെയും ഒരുമിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെ എത്തിയത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് വഴിയെ പരസ്പരം സംസാരിക്കുമ്പോൾ അതിലൂടെ ആശയവിനിമയം നടത്താം. തൽക്കാലം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയും ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സംഘാടകരെ അഭിനന്ദിക്കുകയും അവർക്ക് ഇനിയും ഇത് വളരെ നന്നായി നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടാതെ 2026 ഉടനെ സമാഗതമാകുകയാണ്. 2026 എല്ലാ ആശംസകളും എല്ലാ പ്രതീക്ഷകളും എല്ലാ നന്മകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ മെറ്റീരിയൽസ് മാനേജറായിരുന്ന ദിവാരൻ സാറിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിചാരിച്ചതിൽ കുറച്ച് കുറഞ്ഞ ആൾക്കൂട്ടമാണുള്ളതെന്ന് എനിക്കൊരു നിരാശയുണ്ട്. പക്ഷേ എന്നാലും ഞാൻ മെറ്റീരിയൽസ് മാനേജറാണെന്ന് ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു മെറ്റീരിയലും ഇല്ല, അറിയാനും ഒന്നുമില്ല. മനസ്സ് വളരെ ശുദ്ധമാണ്. പിന്നെ എല്ലാവരെയും ഒന്ന് കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാനും ആണ് കൂടുതലായിട്ട് ഞാൻ വന്നത്. അത് നടക്കും എന്ന് വിശ്വസിക്കുന്നു. അഗസ്റ്റിൻ പറഞ്ഞ പോലെ വരാനുള്ള നാളുകൾ എല്ലാവർക്കും നന്നായിരിക്കട്ടെ.
പോയ നാളുകൾ നമുക്ക് നന്നായിരുന്നു എന്ന് തന്നെ വേണം വിചാരിക്കാൻ. പിന്നെ നമ്മുടെ ഈ അസോസിയേഷൻ കാരണം നമ്മുടെ ആൾക്കാർക്ക് കിട്ടാവുന്നതിൽ കൂടുതലോ കുറവോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ കിട്ടി, വളരെ സന്തോഷം. പിന്നെ ഒന്നും കിട്ടാത്തതിനേക്കാളും വേറെയാണ്. പിന്നെ ഈ അസോസിയേഷൻ കൊണ്ട് നടക്കണം, കൊണ്ട് നടന്നാലേ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുകയുള്ളൂ. അതിന് നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന സദസ്സുകളിലെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല, ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എത്ര പേരുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഇത്രയും ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പിന്നെ ഞാനിപ്പോൾ പെരുമ്പാവൂർ തന്നെയാണ് താമസിക്കുന്നതുകൊണ്ട് മിക്കവാറും ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ വെച്ച് കാണാറുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു കൂട്ടായ്മയും ഒരു വാട്സപ്പ് ഗ്രൂപ്പും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച നമ്മുടെ സംഘാടകർക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. ഈ കൂട്ടായ്മ തുടർന്നു പോവുകയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കൂടുമ്പോഴാണ് ആൾക്കാരെല്ലാം തമ്മിൽ പരിചയവും പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാനും അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് ചരിഞ്ഞെടുക്കാനും അതിൽ സന്തോഷിക്കാനും സാധിക്കുന്നത്. ഞാൻ ഒരുപാട് പണി ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പ്രസംഗം എന്നുള്ള പണി മാത്രം എനിക്കൊട്ടും അറിയാത്ത ഒരു സബ്ജക്റ്റാണ്. എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം. വയസ്സന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും എന്നേക്കാൾ നല്ല സ്മാർട്ടായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവരെയൊക്കെ വഴിയിൽ കാണുമ്പോഴും അവിടെ കാണുമ്പോഴും എല്ലാവരും നല്ല പരസ്പരം സന്തോഷത്തോടുകൂടി പരിചയം പുതുക്കാറുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ അറേഞ്ച് ചെയ്ത നമ്മുടെ ഈ ഭാരവാഹികൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രോഗ്രാമൊക്കെ കൂടിയിലെ നമ്മുടെ ഏറ്റവും കാരണവരായിട്ടുള്ള റാഫേൽ സാറിനെ എന്തൊക്കെ പറയാനായിട്ട് എനിക്കൊരുപാട് സന്തോഷം തോന്നി. ഒരു സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാകാത്ത പ്രത്യേകമായ ഒരു സംഘടനയെ ഒത്തുചേരലുമാണ് നമ്മുടെ സംഘടിപ്പിച്ച ആളുകളെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ആശംസകൾ നേരുന്നു. ഇതുപോലെ ഒരു സ്ഥലത്തും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഫാക്ടറിയിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ നാല് വഴിക്ക് പോകും, പിന്നെ കണ്ടമെങ്കിൽ പോലും അറിയുകയൊന്നുമില്ല. ഈ പിരിഞ്ഞുപോയ ആളുകളൊക്കെ ഒരുമിച്ച് ചേരാനും പരസ്പര ആശയം പങ്കുവയ്ക്കാനും മിനിമം കാണാനെങ്കിലും അവസരം ഉണ്ടായതിൽ നമുക്ക് സന്തോഷിക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് സംഘടിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ അഭിനന്ദിക്കുന്നു. പിന്നെ ഈ കമ്പനി നമ്മൾ പോകുന്നതിന് ശേഷം ഇടക്കാലത്ത് കുറച്ച് പൈസകൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ പേരെടുത്ത് പറയാവുന്ന ആളാണ് നമ്മുടെ കോളേജ് ജോയി പ്രദീപൊക്കെ ആൾക്കാരെ കൂടി വർക്കൊക്കെ ചെയ്തത് ഗീത, അവരൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സമയസമയങ്ങളിലൊക്കെ പൈസ ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് മുഴുവൻ കാര്യങ്ങൾ അറിയില്ല. അത് അങ്ങനെയൊക്കെ സഹപ്രവർത്തകരെ സഹായിക്കാനുള്ള മനോഭാവം കാണിച്ച് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്റ്റാഫുകളെ. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനം ഇങ്ങനെ കൂട്ടിമുറിക്കൊണ്ട് പോകുന്നതിന് കുറേ പണിയിട്ടുള്ള എനിക്കറിയാം. നമ്മൾ പല സ്ഥലത്താണ് നമുക്ക് സ്ഥാപനമില്ല, വീടില്ലാത്ത വീടില്ലാത്ത ആളുകളാണ്. നമുക്ക് സ്വന്തമായി വീടെന്ന് പറയാനില്ല. ഇപ്പോൾ പോയിട്ടുള്ളത് സ്വന്തമായി വീടില്ല, സ്വന്തമായി തൊഴിലില്ല, സ്വന്തമായി വരുമാനമില്ല, ഉണ്ടെങ്കിൽ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ളതാണ്. അങ്ങനെയുള്ള ഈ ആളുകളുടെ കൂട്ടായ്മ ഇതൊരു അസാധാരണ സംഭവമാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഒരു സ്ഥാപനത്തിൽ പൊളിഞ്ഞുപോയ കമ്പനിയിൽ നിർത്തിപ്പോയ കമ്പനിയിലെ ആളുകൾ ഇങ്ങനെ ഒന്നിച്ചു ചേരലും പരസ്പരം സംസാരിക്കുന്നതും ക്ഷേമകാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതുമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ടായത് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ അസുലഭമായ അസാധാരണമായ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നവരെ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നവരെ അഭിനന്ദിക്കുന്നു. ഇനിയും വിളിക്കണം, പറ്റാതെ തുടങ്ങി നടക്കാനും പറ്റില്ല. 55 എന്ന് പറയുമ്പോൾ വയസ്സേറെ. അപ്പോൾ പല്ല് ഇന്നലെ പോയി ഇപ്പോൾ പഴയ ആയിരുന്നു ധരിക്കുന്നില്ല. അതുകൊണ്ട് എവിടെ ചെല്ലുമ്പോഴും ഒരു അപകർഷണബോധമാണ്. നമ്മൾ പിന്നാക്കം പോയില്ല. ഇവിടെ വരുമ്പോൾ അപകർഷണബോധം മാറി കിട്ടും. നമ്മുടെ മാറി അവിടെ ഇല്ല ഏകദേശം. അപ്പോൾ ഈ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ആശംസ നന്ദി പറയുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ പരസ്പരം സഹായിക്കാനും. ഇപ്പോൾ കൊച്ചുപരീക്കയുടെ വീട് ഇവിടെ തൊട്ടടുത്താന്നുള്ളത് ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇതറിഞ്ഞെങ്കിൽ നമുക്ക് ഈ ഹോൾ എടുക്കണ്ടായിരുന്നു, അവിടെ വെച്ച് നടത്താമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു എന്നോട്. കാര്യം അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ അറിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോരുത്തർ എന്ത് ചെയ്യുന്നു എന്തായാലും. ഇപ്പോൾ കുര്യൻ നമ്മുടെ കൂട്ടത്തിലെ ഇപ്പോൾ കുര്യൻ ഭക്ഷണം കൊണ്ട് തരുന്ന കുര്യൻ എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലെ ഏറ്റവും നല്ല
നമുക്കൊക്കെ വീടുകളിലൊക്കെ പല പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യാനുണ്ടാവും. ഇന്ന് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. പല പല കാര്യങ്ങളും ഇങ്ങനെ വ്യക്തപരമായിട്ട് നമ്മുടെ ഒരു കൂട്ടായ്മ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഘടകം ആ കൂട്ടായ്മയിൽ ഞാൻ ചില കൂട്ടായ്മകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് പരസ്പരം സഹായിക്കാനും പരസ്പരം സഹകരിക്കാനുമുള്ളൊരു വേദിയാണത്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചു പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരുടെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കണം. വേണമെങ്കിൽ അതിൻ്റെ കോപ്പി വേണമെങ്കിൽ എടുത്ത് ഒന്നും കൂടി ഇട്ടേക്കാം. ദയവ് ചെയ്ത് അത് ക്ലിക്ക് ചെയ്ത് വച്ചേക്കുക. ആ ഗ്രൂപ്പിൽ നിന്ന് പോകാണ്ട് ഞാൻ എടുത്ത് വച്ചേക്കാം. ആർക്ക് വേണമെങ്കിലും ആരെയും വിളിക്കാം. നമുക്കൊക്കെ കുറേ പ്രായമൊക്കെ ആയല്ലോ. നീ പഴയ പോലെ 10, 20, 25 വയസ്സായ പ്രായത്തിൽ നമ്മൾ ചെയ്ത പോലെ ഓടി നടക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഔഷധിയിലെ ഗോപിച്ചേട്ടൻ പറഞ്ഞു, ഗോപിച്ചേട്ടൻ്റെ മിസ്സിസ് വളരെ പ്രഗത്ഭയായ ഇവിടുത്തെ ഡോക്ടറാണ്. നിങ്ങൾക്കറിയാം, തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിലെ സൂപ്രണ്ടായിരുന്നു. വലിയൊരു സ്ഥാപനം ഇവിടെ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അവിടെ പോയിരുന്നു. ആ സ്ഥാപനത്തിലെ ഒരുപാട് ആൾക്കാർ, വിദേശികൾ ഉൾപ്പെടെ ഒരുപാട് പേര് വന്ന് താമസിക്കുന്നുണ്ട്. നമുക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റിയ റെഫർ ചെയ്യാം. നമുക്ക് തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളോ എന്തെങ്കിലും അവരുടെ ഫ്രീ ആയിട്ടൊരു കൺസൾട്ടൻസി ഗോപിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടി ആർക്കെങ്കിലും ജീവനൊക്കെ നമ്മുടെ ആർക്കെങ്കിലും ഒരു കൺസൾട്ടൻസി വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കൂട്ടായ്മകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ആ കൂട്ടായ്മ നമുക്ക് പരസ്പരം ചിന്തിക്കാം. അതുപോലെ തന്നെ പ്രായമായ നമ്മുടെ പല ആൾക്കാർക്കും ഇൻഷുറൻസ് ബെനിഫിറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽ ഞാൻ പലരായിട്ട് സംസാരിക്കുമ്പോൾ പലർക്കും അതില്ല. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബേസിക്കലി ഒരു ഇൻഷുറൻസിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് ഞാനതിനെപ്പറ്റി വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ പല വ്യക്തികൾക്കും ഒരു നിസ്സാര ഒരു ആസ്പത്രി പോകാൻ പോലുള്ള പൈസ സാമ്പത്തികമായിട്ട് കിട്ടാനുള്ള സാഹചര്യമില്ല. അത് നമുക്ക് ഇപ്പോൾ ചില ജനറൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഗ്രൂപ്പായിട്ട് ഏജ് ബാറായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് സൗകര്യം ചെയ്ത് നടക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാം. നിങ്ങൾ ആ ഒരു 25 പേരോ 50 പേരോ അതിന് താല്പര്യമുള്ളുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം. മിനിമം ഒരു 5 ലക്ഷം രൂപയുടെയെങ്കിലും ഒരു കവറേജ് കിട്ടാനായിട്ടുള്ള സൗകര്യം, ഏജ് ബാറായിട്ട് എടുക്കാനുള്ള സൗകര്യം ചില കമ്പനികൾക്കുണ്ട്. നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാം. ഞാൻ ഒരു കമ്പനിയുടെ ട്രാവൻകൂർ റൈൻസിലെ ജോലി ചെയ്യുന്ന PF-ൻ്റെ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ട വിഷയം വന്നപ്പോൾ PF ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒരു കാര്യം നടക്കണില്ല. കാര്യം ഞാൻ വിളിച്ചു ചോദിച്ചു എനിക്ക് ബോംബെ ഓഫീസായിട്ടാണ് ബന്ധപ്പെടേണ്ടി വന്നത്. കാര്യം ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ബോംബെയിലായിരുന്നു SBIയുടെ. അപ്പോൾ ഒരു കാര്യം നടക്കണില്ല. അവസാനം ഞാൻ ഈ ഒരു ഗ്രൂപ്പായിട്ട് കണ്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടായ്മയിൽ ഞാനൊരാളുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അയാൾ PF-ൽ എംപ്ലോയി എന്നൊരു ധാരണ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടി. ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിച്ചു. പുള്ളി എന്നെ ഹാർദമായിട്ട്, പുള്ളി കൊച്ചിയിൽ തന്നെ എൻ്റെ സീനിയർ ഓഫീസറായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യമില്ല, ഒരു കുഴപ്പമില്ല, അവിടെ വന്നാൽ മതി, ഞാൻ എന്നെ കയറ്റിവിട്ട് അവനെ കാണാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. 24 മണിക്കൂറായി എൻ്റെ ഉദ്ദേശ കാര്യങ്ങളൊന്നും നടന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ബന്ധങ്ങളാണ് നമുക്ക് ഉപയോഗിക്കണേ. പരസ്പര ബന്ധങ്ങളുണ്ടെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിൽ നമ്മളൊക്കെ സാമൂഹിക ജീവിയാണ് മനുഷ്യർ. പരസ്പര സഹായമില്ലാണ്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്രായമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് പല സഹായങ്ങളും മറ്റുള്ളവരെ ആവശ്യം വരും. മക്കളൊരു പക്ഷേ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് കേട്ടൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്, അവരുടെ ജീവിത കാര്യങ്ങളാണ്. നമ്മുടെ കൂടെ ഉണ്ടാകുന്ന വൈഫിനായാലും നമുക്കാണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ പരസ്പരം സമൂഹത്തിൽ, നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിലുണ്ടെങ്കിലും എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ സഹായിക്കും. ഷുവർ, എന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ ഫോൺ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. ഇതൊക്കെ ഒരു സന്തോഷമാണ് ജീവിതത്തിൽ. അത്രയും നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന ഞങ്ങളെ കൂട്ടായ്മ കൂടെ കൂടുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ആ കാര്യങ്ങൾ. പരസ്പരം സഹായിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാൻ. ഇപ്പോൾ വളരെയായിട്ട് പരിണതപ്രജ്ഞരായ ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. ഇപ്പോൾ റാഫേൽ സാറൊക്കെ പ്രായമായി ഇങ്ങനെ ഇരിക്കുന്നതോടും അദ്ദേഹം ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വന്ന ആ വ്യക്തിയാണ്. പക്ഷേ ഏജിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പ്രായം നമുക്ക് ഒരേ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. നമ്മൾ ചെറിയ പ്രായത്തിൽ ചെയ്യുന്ന പോലെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കും പല കാര്യത്തിനും ഐഡിയ കൊടുക്കാൻ പറ്റും. നമ്മുടെ മക്കൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ? നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സുഹൃത്തിനെ നമുക്ക് വിളിച്ച് പറയാൻ പറ്റും. അങ്ങനെയുള്ളൂ. ഇപ്പോൾ എൻ്റെ ജേക്കബ് സാർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സീനിയർ ഓഫീസറായിരുന്ന രാജൻ സാറിന് അദ്ദേഹം സുഖമില്ലാണ്ട് ഹോസ്പിറ്റലാണെന്ന് ഇപ്പോൾ വിവരമാകുന്നു. വലിയ ഡീറ്റെയിൽസ് ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ നമ്മൾ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് അറിയുമ്പോൾ ഒരു സന്തോഷം, നമുക്ക് ആ കാര്യം നമുക്ക് ഇടപെടാനും പോകാനും നമുക്ക് താല്പര്യം വരുമല്ലോ.
അപ്പോൾ സുരേഷിനെ കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് നടത്താൻ പറ്റി. ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും പല കാര്യങ്ങളെ കൊണ്ടും നമ്മൾ എപ്പോഴും കൂട്ടായ്മ എപ്പോഴും ശക്തമാക്കണം. ഈ കൂട്ടായ്മ ശക്തമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയാറുണ്ട് ഗ്രൂപ്പിൽ, വാട്സപ്പിൽ അത്യാവശ്യം ഞാനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആരും പ്രത്യേകിച്ച് മിണ്ടാത്തതുകൊണ്ട് മറന്നുകൊണ്ടാന്ന് വെച്ചാൽ എഴുതുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ രാത്രി ഇന്നോട് പാട്ടെങ്കിലും എടുത്തിടും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ആരും മറന്നുപോയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പറയാവുന്ന അഭിപ്രായങ്ങൾ പറയുക, ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ഏത് പരസ്പര സഹായമില്ലാണ്ട് നമുക്ക് ഒരു കാര്യവും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല. ഇനിയുള്ള കാലഘട്ടങ്ങൾ കയ്യും കാലും പാടില്ലാണ്ട് വല്ലയിടത്തും കിടക്കുമ്പോൾ സുഹൃത്തുക്കളൊന്നും വന്ന് കാണാനുള്ള, ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, പലവട്ടം പറഞ്ഞിരുന്നു, പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചില ടൂർ പരിപാടികളോ എന്തെങ്കിലും സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ നമുക്ക് ചെയ്യാം. നമുക്ക് അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാം. അതിനൊരു അപ്പോൾ കുറച്ച് പേര് ആവശ്യപ്പെട്ട ഉദാഹരണം നിങ്ങളെല്ലാം അറിഞ്ഞായിരിക്കും, ഗ്രൂപ്പിൽ ഞങ്ങൾ ഇട്ടിരുന്നു. ചെട്ടിനാട് പോകാൻ താല്പര്യമുള്ളവരെ ചോദിച്ചിരുന്നു. കുറച്ച് പേര് താല്പര്യമുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ കുറച്ച് പേര് ചെട്ടിനാട് പോയിരുന്നു. ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ ഒരുപാട് ലോകം മുഴുവൻ വിദേശ യാത്ര നടത്തിയ ആളാണ്. മിക്കവാറും ഒരു 22 യാത്ര നടത്തിയിട്ടുണ്ട് വിദേശങ്ങളിൽ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത ഒരു സന്ദർഭമായിരുന്നു ചെട്ടിനാട് കഴിഞ്ഞ ദിവസം നമ്മളെ റൈവൽ സുഹൃത്തുക്കളുടെ കൂടെ പോയത്. കാര്യം ചന്ദ്രമൗലി സാറ് അവിടെ ഉണ്ടായിരുന്നു, സുബൈർ സാർ ചൊക്കലിംഗ് സാർ ഉണ്ടായിരുന്നു, സുബ്രഹ്മണ്യ സാർ ഉണ്ടായിരുന്നു. ചന്ദ്രമൗലി സാറ് നമുക്ക് വേണ്ടി തന്നെ അതിനു വേണ്ടി ശ്രമിച്ചു. നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്നിരുന്നു. അദ്ദേഹത്തിന് അതിന് സൗകര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് റിസോർട്ടുകളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ള ആളെന്ന് നമുക്കറിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനുണ്ടായിരുന്നു, സുനിലുണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും വരായിരുന്നു പലരും പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും സാഹചര്യം ഉണ്ടല്ലോ, നമുക്ക് കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഒരു 1 ഡേ ടൂർ വേണമെങ്കിൽ നമുക്ക് നടത്താം. 2 ദിവസത്തിൽ കൂടുതൽ 1 ദിവസത്തിൽ കൂടുതൽ സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരില്ല. നമുക്കതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാം. തുറന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. അതിന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വന്ന് പറയാൻ താല്പര്യം, ഇവിടെ വന്ന് പറയുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ ഏതായാലും എല്ലാവരെയും കൊണ്ട് സംസാരിപ്പിക്കും, മൈക്ക് അങ്ങോട്ട് കൊണ്ട് തരും. അപ്പോൾ ഓരോരുത്തരെ ഇവിടെ വന്ന് കാര്യങ്ങൾ പറയാം. ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ അവതരിപ്പിക്കല്ലോ അല്ലേ? ഒരു മിനിറ്റ്. നമ്മുടെ ഇതുവരെയുള്ള ഞാനൊരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഈ സിസ്റ്റം ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എഴുതി വെക്കുന്ന ചെറിയ ഈശ്വര പ്രാർത്ഥനക്കാരനെ നമ്മളെ പറ്റിച്ച ഷാജൻ ഈശ്വര പ്രാർത്ഥന നടത്താമെന്ന് പറഞ്ഞ ആ സമയത്ത് ഷാജൻ മുങ്ങിയതാണ്. ഷാജൻ വന്നത് ഉച്ചയായപ്പോഴാണ്. അതുപോട്ടെ, നമുക്ക് നമ്മുടെ ഇതുവരെയുള്ള കണക്കിൻ്റെ നമ്മൾ വരുന്ന ചിലവുകൾ അത്യാവശ്യം നമുക്കുള്ള കഴിഞ്ഞ വർഷം നമുക്ക് ഏതാണ്ട് 9,000 പരം റുപ്യ കഴിഞ്ഞ വർഷത്തെ നമുക്ക് ലാഭം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ബാങ്കിൽ എല്ലാ പൈസയും നമ്മൾ ബാങ്കിലിട്ടായിരുന്നത്. ട്രഷറർ ഗോപിച്ചേട്ടൻ വളരെ വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ നോക്കിയിരുന്നു. ബാങ്കിലാണ് നമ്മൾ പൈസ ഇട്ടിരുന്നത്. 9,000 റുപ്യ ലാഭം ഉണ്ടായിരുന്നു. പിന്നെ ഈ പൈസ കിട്ടിയപ്പോൾ കുറേ സുഹൃത്തുക്കൾ നമുക്ക് കുറേ പൈസ അയച്ചിരുന്നു. അതുൾപ്പെടെ നമ്മുടെ എല്ലാ വരവ് ചെലവ് കണക്കുകളും ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ ഗോപിച്ചേട്ടൻ അതിന് വേണ്ടി റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാനായിട്ട് ഞാൻ ക്ഷണിച്ചു.